അങ്ങനെ നമ്മുടെ മൗനരാഗം സീരിയലിൻ്റെ ഒരു അടിപൊളി പ്രൊമോ വീഡിയോ വന്നിട്ടുണ്ട്. ഇന്നത്തെ എപ്പിസോഡിൻ്റെ പ്രൊമോ വീഡിയോ ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ പ്രൊമോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്തേക്കാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നമ്മുടെ പ്രൊമോ വീഡിയോയിലേക്ക് പോകാം. അങ്ങനെ നമ്മുടെ ഒരു പുതിയൊരു കഥാപാത്രത്തെ കാണിക്കുന്നുണ്ട്. ഇന്നലെ തൊട്ട് പുള്ളിക്കാരത്തിയുടെ പേരൊന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെ പുള്ളിക്കാരത്തിയാണ് തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത്. പറയുന്നുണ്ട്, എൻ്റെ കൂടെ നിൽക്കുകയാണെങ്കിൽ എത്ര നാൾ വേണമെങ്കിലും നിൽക്കാൻ പറ്റും, അതിൻ്റെ ഗുണം നിങ്ങൾക്ക് ഉണ്ടാവും എന്നിങ്ങനെ പറയുകയാണ്. പ്രകാശനോടാണ് കാര്യം. പ്രകാശൻ ഡ്രൈവറായിട്ട് പുള്ളിക്കാരത്തിയുടെ വണ്ടിയുടെ ഡ്രൈവറായിട്ട് വരുന്നുണ്ട്. അപ്പോൾ പ്രകാശനോടാണ് പറയുന്നത്. അതിന് ശേഷമെന്ന് വെച്ചാൽ നമ്മുടെ സരയുവാണ്. സരയുവും നമ്മുടെ മനോഹറിനെയാണ് കാണിക്കുന്നത്. നമ്മുടെ മനോഹറിനോട് സരയു പറയണം, നമുക്ക് അതായത് മനുവേട്ടന് മീറ്റിങ്ങും കാര്യങ്ങളും ഒന്നും ഇല്ലാതിരിക്കുന്ന സമയത്ത് സമയം കിട്ടുമ്പോഴൊക്കെ നമുക്ക് ആൻറ്റിയുടെ അടുത്ത് പോയി നിൽക്കാം. ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ, ഇവിടെ നിന്ന് ഞാൻ മടുത്തു. ഇതൊരു ഭ്രാന്താലയമാണ്, ഇവിടെ എല്ലാവർക്കും വട്ടന്മാരാണ് താമസിക്കുന്നത് എന്നിങ്ങനെ നമ്മുടെ സരയു പറയാണ്. അപ്പോൾ നമ്മുടെ മനോഹർ പറയാണ്, അയ്യോ മോളും അങ്ങനെ പറയല്ലേ, ഇവിടെ താമസിക്കുന്നത് നമ്മുടെ അച്ഛനും അമ്മയോ അല്ലേ, അച്ഛനമ്മമാരെ അങ്ങനെ പറയാൻ പറ്റുമോ? അതുമാത്രമല്ല, എൻ്റെ മോളും ഒരു ദേവതയല്ലേ, ഇതെൻ്റെ ദേവത വസിക്കുന്ന ഗൃഹമാണ്, അതുകൊണ്ട് ഇങ്ങനെയൊന്നും പറയല്ലേ മോളു എന്നൊക്കെ ഇങ്ങനെ മനോഹർ കുറേ ഒലിപ്പീരൊക്കെ പറയുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ പിന്നീട് കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ പറയുന്ന പുതുമുഖത്തെ തന്നെയാണ് വീണ്ടും കാണിക്കുന്നത്. പുള്ളിക്കാരത്തെ നമ്മുടെ കല്യാണിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. അതിനുശേഷം കല്യാണിയുടെ അടുത്തിരുന്ന് സംസാരിക്കുകയാണ്. കല്യാണിയോട് പറയുകയാണ്, ഞാൻ ശരിക്കും പറയുകയാണെങ്കിൽ കല്യാണിയെ പറ്റിയും കമ്പനിയെ പറ്റിയും കിരണിനെ പറ്റിയും ഒക്കെ ഒത്തിരി കേട്ടിട്ടുണ്ട്. നിങ്ങളെപ്പറ്റി നാട്ടുകാർക്കും സ്റ്റാഫുകൾക്കും ഒക്കെ വളരെ നല്ല അഭിപ്രായമാണ് ഉള്ളത്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ കൂടെ ഇതുപോലെ ഒരു റിക്വസ്റ്റ് ചെയ്യുന്നത് എന്നിങ്ങനെ ഉള്ള തരത്തിൽ നമ്മുടെ ആ കുട്ടി ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ നമ്മുടെ കല്യാണിയാണെങ്കിൽ ഇങ്ങനെ മിണ്ടാണ്ട് കേട്ടുകൊണ്ട് നിൽക്കുകയാണ്. അതിനുശേഷം കാണിക്കുന്നതെന്ന് വെച്ചാൽ അവരൊരു പകയുടെ രീതിയിലൊക്കെ നിന്നിങ്ങനെ സംസാരിക്കണം. വളരെ പകയോടുകൂടി സംസാരിക്കുന്ന രീതിയിൽ, അതായത് സ്വയം ആരുടെയും കൂടെയല്ല, ഇങ്ങനെ അവരുടെ മൈൻഡ് ഇങ്ങനെ കാണിക്കുകയാണ്. ഞാൻ യാത്ര തുടങ്ങിയിട്ടേ ഉള്ളൂ, എൻ്റെ യാത്രയുണ്ടല്ലോ, ഞാൻ യാത്ര തുടങ്ങിയിട്ടേ ഉള്ളൂ, എൻ്റെ യാത്രയിലൊടുക്കം വീഴേണ്ടവർ വീഴും, ചാകേണ്ടവർ ചാകും എന്നുള്ള രീതിയിൽ അവരെ മനസ്സിലിങ്ങനെ പറയുന്നതായിട്ട് കാണിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ മനോഹറിൻ്റെയും അതുപോലെ നമ്മുടെ നിഷയുടെയും എൻഗേജ്മെൻറ്റാണ്. അവിടേക്ക് നമ്മുടെ കല്യാണി വരികയാണ്. കല്യാണി കാറിൽ നിന്നും ഇറങ്ങുമ്പോഴത്തേക്ക് ഇവരെ തമ്മിലിങ്ങനെ കാണുകയാണ്. അങ്ങനെ ഇങ്ങനെ കല്യാണി ഇങ്ങനെ നിൽക്കുകയാണ്. അത് കാണിച്ചാണ് നമ്മുടെ പ്രൊമോ വീഡിയോ അവസാനിക്കുന്നത്. എന്തൊക്കെ തന്നെയാണെങ്കിലും ഇന്നത്തെ എപ്പിസോഡിൻ്റെ പ്രൊമോ വീഡിയോ ആണ്, ആരും മിസ് ചെയ്യരുത്. ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ, ഒരു അടിപൊളി റിവ്യൂ ആണ് ഇന്ന് വരാനായിട്ട് തയ്യാറായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആരും മിസ്സാക്കരുത്. അതിനു മുമ്പായിട്ട് പറയാനുള്ളതെന്ന് വെച്ചാൽ, നമ്മളിടുന്ന വീഡിയോയ്ക്ക് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, മടിക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ഉള്ളവർ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഇനി മറ്റൊരു എപ്പിസോഡിൻ്റെ റിവ്യൂമായിട്ടും പ്രൊമോ വീഡിയോയുമായിട്ടൊക്കെ ഞാൻ ഉടനെ തന്നെ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ബായ്.